അപേക്ഷിക്കുന്ന ഒട്ടുമിക്കവർക്കും കിട്ടുന്ന ആനുവൽ ഫീയും ജോയിനിങ് ഫീയും ഇല്ലാത്ത ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒട്ടനവധി ഓഫറുകളുള്ള ഒരു ക്രെഡിറ്റ് കാർഡ്. അതാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ദ ലെജൻഡ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഒട്ടനവധി ഓഫറുകളുണ്ട്. പക്ഷേ ഞാൻ അതിൽ മെയിൻ ഓഫറുകൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് ആക്സസ് ആണ്. നമുക്ക് എയർപോർട്ടുകളിൽ ഏകദേശം 600-ൽ പരം എയർപോർട്ടുകളിൽ ഒരു വർഷത്തിൽ 8 തവണ ലോഞ്ച് ആക്സസ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ 600 എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എയർപോർട്ടുകൾ മാത്രമല്ല, പുറത്തുള്ള എയർപോർട്ടിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി പാസ് മുഖേനയും ഇവർ ലോഞ്ച് ആക്സസ് നൽകുന്നുണ്ട്. മറ്റൊന്ന് സിനിമാ പ്രേമികൾക്കായിട്ടുള്ള ഓഫറാണ്. അതായത് ഒരു മൂവി ടിക്കറ്റ് വാങ്ങിയാൽ മറ്റൊരു മൂവി ടിക്കറ്റ് സൗജന്യം. ഇതിപ്പോൾ എന്താ ഇതിൽ ഇത്ര പുതുമ? എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഈ ഒരു ഓഫർ ഇല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാവരും. പക്ഷേ ഇതങ്ങനെയല്ല. ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ ഒരു ടിക്കറ്റ് വാങ്ങുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു ഓഫർ ഒരു മാസത്തിൽ 3 തവണ കിട്ടും. മറ്റുള്ള എല്ലാവരും ഒരു തവണയാണ് നൽകാറുള്ളത്. അതൊരു അടിപൊളി ഓഫറാണ്. നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ 6 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ നിങ്ങൾക്ക് 4000 ബോണസ് പോയിന്റ് ലഭിക്കും. സാധാരണ ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ കൂടാതെയാണ് ഈ ബോണസ് പോയിന്റ് ലഭിക്കുന്നത്. സാധാരണ ലഭിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീക്ക് ഡേയ്സിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 100 രൂപയ്ക്ക് ഒരു റിവാർഡ് പോയിന്റും, ഇനി നിങ്ങൾ വീക്കെൻഡ് ഡേയ്സിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 100 രൂപയ്ക്ക് 2 റിവാർഡ് പോയിന്റുമാണ് ഇവർ നൽകുന്നത്. ശരിക്കും ട്രാവൽ ചെയ്യുന്നവർക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഏറ്റവും ഉപകാരപ്പെടുക എന്ന് പറയാം. മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കറൻസിയൊക്കെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് എടുക്കുന്ന ആ ഒരു റേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാളും ഏറ്റവും കുറവാണ് ഇതിലെടുക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഇൻഷുറൻസും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ട്രാവലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപകാരപ്പെടുക. പറയാൻ പോകുന്ന ധാരാളം ഓഫറുകളുണ്ട്. നമ്മളെപ്പോലെ ടെക്കികളാണെങ്കിൽ ബോട്ടിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി നിങ്ങൾ ബിഗ് ബാസ്ക്കറ്റിൽ പോയിട്ട് മിനിമം 2000 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട്. മാക്സിമം 250 രൂപ വരെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി നിങ്ങൾ PVR-ലൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ തരുക, അവിടെ 350 രൂപയ്ക്കാണ് നിങ്ങൾ സാധനം ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ അവിടെ ഓഫ് കിട്ടും. ഇതുപോലെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ സ്റ്റോറിൽ നിന്നും പ്രൊഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്യണം ഒരു 1990 രൂപയ്ക്കെങ്കിൽ അവിടെ 15% അഡീഷണൽ ഡിസ്കൗണ്ട് അപ്പോഴും ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വിഗ്ഗി, ടൈറ്റാൻ, റിലയൻസ് ഇങ്ങനെയുള്ള നിരവധി അവരുടെ ആ ടൈപ്പ് ഉള്ള നെറ്റ്വർക്കുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ID പ്രൂഫ് വേണം, പിന്നെ നമ്മുടെ പാൻ കാർഡിൻ്റെ കോപ്പി വേണം, നമ്മുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ മറ്റു വരുമാനം തെളിയിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ളവർക്കും നോൺ സാലറീഡ് ആയിട്ടുള്ളവർക്കും അതിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർക്കെല്ലാം തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അവർ നൽകുന്നുണ്ട്. ഈ ലെജൻഡിൻ്റെ തന്നെ പല സെക്ഷനിലുള്ള അത് പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിച്ചില്ല എങ്കിൽ കൂടി മറ്റു കാർഡുകൾക്കൊക്കെ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് അതിൽ നിന്ന് അവർ വിളിക്കും, നിങ്ങളെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഇവർ ക്രെഡിറ്റ് കാർഡ് തരാൻ നോക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ പല വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. ഒന്ന്, സിബിൽ സ്കോർ 650-ന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിലൊരു ഓട്ടോ ലോൺ എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, 50,000 രൂപയെങ്കിലും അതിൽ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. അവസാനത്തെ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും ലോൺ എടുത്തിട്ട് ഒന്നും മുടക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആവുക. അവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് നിങ്ങളുടെ പാൻ നമ്പർ അത് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക. രണ്ടാമത്തേത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാൻ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പർ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തത്. അതിനുശേഷം നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ നെക്സ്റ്റ് അമർത്തുക. ഈ നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവിടെ ക്രെഡിറ്റ് കാർഡിന് അപ്രൂവൽ ആകുമോ ഇല്ല എന്നറിയാൻ സാധിക്കും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു അപേക്ഷ മറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്കും അവർ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാർച്ച് മാസം അവസാനമൊക്കെ ആകുമ്പോൾ എന്തായാലും ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ക്രെഡിറ്റ് കാർഡുകൾ മാക്സിമം പാസ്സാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അപേക്ഷ പെട്ടെന്ന് പാസ്സാക്കി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാസം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ടിടുക, ഞാൻ അതിന് മറുപടി തരാൻ ശ്രമിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.